ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പീഡാനുഭവ വാർഷിക പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഈശോ സ്വീഡനിലെ വിശുദ്ധ ബ്രിജീത്തായ്ക്ക് 1303 1373 ഇടയിലുള്ള കാലഘട്ടത്തിൽ നൽകിയ സന്ദേശത്തിൽ പഠിപ്പിച്ച 15 പ്രാർത്ഥനകളാണ് പീഡാനുഭവ വാർഷിക പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒരിക്കൽ വിശുദ്ധ ബ്രിജീത്തായ്ക്ക് ഈശോയുടെ ഒരു ദിവ്യദർശനം ഉണ്ടായി. ഈശോ കുരിശിൽ രക്തം വാർന്ന് തറയ്ക്കപ്പെട്ട് കിടക്കുന്നൊരു ദർശനമായിരുന്നു അത്. അതിലപ്പോൾ വിശുദ്ധ ബ്രിജീത്ത ചോദിച്ചു, നാഥ, ആരാണ് അങ്ങോട്ട് പ്രകാരം ചെയ്തത്? ഈശോ മറുപടി പറഞ്ഞു, എന്നെ മറന്നു കളയുന്നവരും എൻ്റെ സ്നേഹത്തെ വെറുത്ത് തള്ളുന്നവരും. പീഡാനുഭവത്തിൻ്റെ ഇടയ്ക്ക് ഈശോ എത്ര തവണ അടിയേറ്റു എന്നറിയാൻ വിശുദ്ധ ബ്രിജീത്ത വളരെ ആഗ്രഹിച്ചിരുന്നു. റോമിലെ സെൻറ്റ് പോൾ പള്ളിയിൽ വെച്ച് ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, 5480 അടികൾ എൻ്റെ ശരീരത്തിലേറ്റു. അവയെ ആദരിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഇനി പറയുന്ന പ്രാർത്ഥനകളോടൊപ്പം 15 സ്വർഗസ്ഥനായ പിതാവും 15 നന്മ നിറഞ്ഞ മറിയവും ഒരു വർഷത്തേക്ക് ദിവസവും ചൊല്ലുക. വർഷം തികയുമ്പോൾ എൻ്റെ ഓരോ മുറിവിനെയും നീ ആദരിച്ചിട്ടുണ്ടാകും. ഈ പ്രാർത്ഥനകൾ ഒരു വർഷം ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ചൊല്ലി 5480 തികയ്ക്കുന്ന മഹാപാപികൾക്ക് പോലും നിത്യരക്ഷ ഉൾപ്പെടെ 21 കൃപാവരങ്ങളാണ് ഈശോ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഒരു വർഷമെങ്കിലും കുട്ടികൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്ന മാതാപിതാക്കളും അധ്യാപകരും പഞ്ചേന്ദ്രിയങ്ങളിൽ ഒന്നിൻ്റെയെങ്കിലും നാശത്തിന് കാരണമാവുന്ന മാരക പാപങ്ങളിൽ നിന്ന് ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കപ്പെടും. ഈശോ നൽകിയ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുന്നവർക്കും കൂടെ കൊണ്ടു നടക്കുന്നവർക്കും ഈശോയുടെയും മാതാവിൻ്റെയും പ്രത്യേക അനുഗ്രഹവും സംരക്ഷണവും ലഭിക്കുന്നതാണ്. ഇനി ഈശോ ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് വാഗ്ദാനങ്ങളുണ്ട്. 21 വാഗ്ദാനങ്ങളാണ് ഈ പ്രാർത്ഥന ചൊല്ലി തികയ്ക്കുന്നവർക്ക് ഈശോ നൽകിയിട്ടുള്ളത്. 1. പ്രാർത്ഥന ചൊല്ലുന്നയാളുടെ ബന്ധത്തിലുള്ള 15 ആത്മാക്കളെ ശുദ്ധീകരണാഗ്നിയിൽ നിന്ന് ഞാൻ രക്ഷിക്കും. 2. ബന്ധത്തിലുള്ള 15 ആത്മാക്കളെ ദൈവപ്രസാദത്തിൽ സ്ഥിരപ്പെടുത്തും. 3. ബന്ധത്തിലുള്ള 15 പാപികൾ മാനസാന്തരപ്പെടും. 4. ചൊല്ലുന്നവർ പുണ്യപൂർണ്ണതയുടെ ആദ്യ തലത്തിലെത്തും. 5. അവരുടെ മരണത്തിൻ്റെ 15 ദിവസം മുമ്പ് അവരുടെ എല്ലാ പാപങ്ങളെക്കുറിച്ചും അഗാധ ജ്ഞാനവും ഉത്തമ മനസ്താപവും ഞാൻ നൽകും. 6. അവരുടെ മരണത്തിൻ്റെ 15 ദിവസം മുമ്പ് എൻ്റെ തിരുശരീര രക്തങ്ങൾ ഞാൻ നൽകും. 7. അവരുടെ ശത്രുക്കളോടുള്ള പോരാട്ടത്തിൽ രക്ഷയും സഹായവുമായി എൻ്റെ വിശുദ്ധ കുരിശ് അവരുടെ മുമ്പാകെ നൽകും. 8. അവരുടെ മരണത്തിന് മുമ്പ് വത്സല മാതാവിനോടുകൂടെ ഞാൻ അടുക്കൽ വരും. 9. അവരുടെ ആത്മാവിനെ കരുണയോടെ മോക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. 10. അനന്തരം കർത്താവിൻ്റെ അരുവിയിൽ നിന്നും സവിശേഷമായി കുടിക്കാൻ നൽകും. 11. 30 കൊല്ലം ചാവദോഷത്തിലായാൽ പോലും അവരുടെ പാപങ്ങൾ ഞാൻ മോചിക്കും. 12. ദുഷ്ടപ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷിക്കും. 13. അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ ക്രമീകൃതമായി സംരക്ഷിക്കും. 14. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷിക്കും. 15. നിത്യമരണത്തിൽ നിന്നും അവരെ മോചിപ്പിക്കും. 16. ദൈവത്തോടും പരിശുദ്ധ അമ്മയോടും യാചിക്കുന്നവ സാധിച്ചു കിട്ടും. 17. മരണത്തിനൊരുങ്ങുവാൻ സമയം നീട്ടിക്കൊടുക്കും. 18. ഇത് ചൊല്ലുന്ന ഓരോ പ്രാവശ്യവും 100 ദിവസത്തെ ദണ്ഡവിമോചനം ലഭിക്കും. 19. മാലാഖമാരുടെ ഉന്നത സംഘത്തിൽ ചേർക്കപ്പെടും. 20. ഈ പ്രാർത്ഥന മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർക്ക് പ്രചരിപ്പിക്കുന്നവർക്ക് നിത്യഭാഗ്യം ലഭിക്കും. 21. ഇക്കാലത്തോ വരുംകാലത്തോ ചൊല്ലുന്ന ഇടങ്ങളിൽ ഞാൻ സന്നിഹിതനാവും. ഇത്രയാണ് ഈശോ വിശുദ്ധ ബ്രിജീത്തായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. ഇതുകൂടാതെ ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈശോ അന്ന് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്നെ ബന്ധനസ്ഥനാക്കാൻ വന്നത് ആയുധധാരികളായ 150 പടയാളികളായിരുന്നു. 23 പേർ ചേർന്നാണ് എന്നെ ബന്ധിച്ചത്. നീതി നടപ്പാക്കുന്നതിന് 83 പേരുണ്ടായിരുന്നു. അവർ എൻ്റെ തലയിൽ 150 പ്രാവശ്യം അടിക്കുകയും തോളിനെ 80 പ്രാവശ്യം ചവിട്ടുകയും ഉദരത്തിന്മേൽ 108 പ്രാവശ്യം തൊഴിക്കുകയും ചെയ്തു. എൻ്റെ തലമുടിയിൽ 24 പ്രാവശ്യം കയറുകൊണ്ട് കെട്ടിവലിച്ചാണ് പടയാളികൾ എന്നെ നയിച്ചത്. അവർ എൻ്റെ മുഖത്ത് 180 പ്രാവശ്യം തുപ്പി. എന്നെ അവർ 5480 പ്രാവശ്യം അടിച്ചു. അതിൽ 110 അടികൾ എൻ്റെ തലയിൽ തന്നെയായിരുന്നു. എന്നെ ക്രൂരമായി തള്ളിയിടുകയും തലമുടിക്ക് പിടിച്ച് പൊക്കിയെടുക്കുകയും താടി മീശ 23 പ്രാവശ്യം പറിച്ചെടുക്കുകയും ചെയ്തു. 20 ക്ഷതങ്ങളേറ്റ എൻ്റെ തലയിൽ 72 കൂർത്ത മുള്ളുകളുള്ള മുൾമുടി അണിയിച്ചു. അവയിൽ 3 മുള്ളുകൾ എൻ്റെ ശിരസിൽ ആഴമായി പതിച്ചു. എന്നെ ചമ്മട്ടിയാൽ അടിച്ചതിന് ശേഷം ഒരു പരിഹാസ രാജാവായി ചുമന്ന മേലങ്കി അണിയിച്ച് നിന്ദിച്ചു. എൻ്റെ ശരീരത്തിലാകെ 1000 മുറിവുകൾ ഉണ്ടായിരുന്നു. 608 പടയാളികൾ ചേർന്നാണ് എന്നെ കാൽവരിയിലേക്ക് നയിച്ചത്. 3 പടയാളികൾ എനിക്ക് കാവൽ നിന്നു. എന്നെ നിന്ദിക്കുന്നതിന് 1008 പേരുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 28,430 തുള്ളി രക്തം ചിന്തുകയുണ്ടായി. ഈശോ നമുക്ക് വേണ്ടി ചൊരിഞ്ഞിട്ടുള്ള രക്തത്തിൻ്റെ ബഹുമാനത്തിനായി
2 സ്വർഗ്ഗസ്നായ പിതാവേ, 2 നന്മ നിറഞ്ഞ മറിയമേ, 2 ത്രിത്വസ്തുതിയും 3 വർഷത്തേക്ക് മുടങ്ങാതെ ചൊല്ലുന്നവർക്ക് ഈശോ 5 അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ, എല്ലാ പാപത്തിനും പൂർണ്ണ ദണ്ഡവിമോചനം. 2 ശുദ്ധീകരണ സ്ഥലത്തെ വേദനയിൽ നിന്നുള്ള മോചനം. 3 പ്രാർത്ഥന ചൊല്ലി 3 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് മരിക്കുന്നുവെങ്കിൽ അത് 3 വർഷം തികയുന്നതിന് തുല്യമായിരിക്കും. 4 നിങ്ങളുടെ മരണം ഈശോയ്ക്കായി രക്തസാക്ഷിത്വം വഹിക്കുന്നതിന് തുല്യമായിരിക്കും. 5 മരണസമയത്ത് നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയജനത്തിൻ്റെയും ആത്മാക്കളെ 4 തലമുറയോളം സ്വീകരിക്കുവാൻ ഞാൻ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും.